കളമശ്ശേരിയിലെ ജ്വല്ലറിയിലെ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. തിങ്കളാഴ്ചയാണ് ഈ മോഷണം നടന്നത്. മലപ്പുറം സ്വദേശികളായ സഹോദരങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് മാല കവർന്നു. സ്വർണമെന്ന് കരുതി പ്രതികൾ മോഷ്ടിച്ചത് മോഡലിനായി വെച്ച 8000 രൂപ വിലയുള്ള മാലകളായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും 8000 രൂപയാണെങ്കിൽ 8000 രൂപ ആ മാല സംരക്ഷിക്കാൻ പിന്നാലെ പോകുന്നുണ്ട് ആ ജീവനക്കാരി. തീർച്ചയായും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കളമശ്ശേരിയിലെ ജ്വല്ലറിയിലാണ് ഇത് നടക്കുന്നത്. ആ നടക്കുന്ന സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം അവിടെ എത്തി 2 പേർ, തോമസ്, മാത്യു ഇവർ സഹോദരങ്ങളാണ് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അവിടെ എത്തി പെപ്പർ സ്പ്രേ ആണ് ആ കടയിലിരുന്ന അവരുടെ മുഖത്ത് അടിക്കുന്നത്. അതിനുശേഷമാണ് ഈ മാല കടത്തി അല്ലെങ്കിൽ തട്ടി എടുത്ത് ഓടുന്നത്. അത് സ്വർണ്ണമാണെന്നാണ് ധരിച്ചത്. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഷോക്കേസ് എന്ന നിലയിൽ വച്ചിരുന്ന മാലയാണ്, 8000 രൂപ വിലയുള്ള മാലയാണ്. അതാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇവർ മലപ്പുറം സ്വദേശികളാണ്, മലപ്പുറം എടക്കര സ്വദേശികളാണ് ഈ തോമസും മാത്യുവും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പോലീസ് സംഘം. അതിൽ മാത്യു ഇവിടെ ബിടെക് കഴിഞ്ഞ ശേഷം ഇവിടെ മറ്റ് ചില കാര്യങ്ങൾക്കും ഒക്കെയായി ടൗണിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി താമസിക്കുന്നു എന്നാണ് വിവരം. തോമസ് ഇവിടേക്ക് എത്തി. അതിനുശേഷം പുത്തൻകുരിശ് ഭാഗത്ത് നിന്ന് ഒരു 2 വീലർ മോഷ്ടിച്ച ശേഷമാണ് ഈ കടയിലേക്ക് എത്തി ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കടയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ നേരത്തെ നിരീക്ഷിച്ചു വെച്ചിട്ടുണ്ടാകണം. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ പൊടുന്നനെ തന്നെ അവർ റിയാക്ട് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കൊണ്ട് തന്നെ വേഗത്തിൽ അവർ പോലീസിൽ ഇൻഫോം ചെയ്ത് ഇക്കാര്യങ്ങൾ നടത്തി. തുടർന്ന് വേഗത്തിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്ന ഒരു കാര്യവുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ജ്വല്ലറികളിലും മറ്റുമൊക്കെ ഈ കടയുടമയോ അല്ലെങ്കിൽ ജീവനക്കാരോ ഒക്കെ അറിയാതെ ഈ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തി ഇത്തരത്തിൽ പെപ്പർ സ്പ്രേ അടിച്ച ശേഷം വേഗത്തിൽ ഇതെടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ, അതായത് തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന കവർച്ചയുടെ ദൃശ്യങ്ങൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് അതിൽ നടപടി സ്വീകരിച്ചു. കളമശ്ശേരി പോലീസ് 2 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ വിവരങ്ങൾ നൽകിയത്.